നമസ്തേ. ജനൻ ഡിബേറ്റിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഞങ്ങൾ തുറക്കാൻ പോകുന്നത് ബാറുകളല്ല വിദ്യാലയങ്ങളാണെന്ന് പ്രഖ്യാപിച്ചാണ് ഒന്നാം LDF സർക്കാർ അധികാരത്തിൽ വരുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ അടഞ്ഞുകിടുന്ന മുഴുവൻ ബാറുകളും തുറന്നു കൊടുത്തു. അംഗീകാരം കാത്തിനിയും ഏതാണ്ട് 150ഓളം ബാർ ലൈസൻസുകളാണ് സർക്കാരിൻ്റെ പരിഗണനയിലുള്ളത്. ഡ്രൈ ഡേ ഒഴിവാക്കാനും ബാറുകളുടെ പ്രവൃത്തി സമയം വർദ്ധിപ്പിക്കാനും തീരുമാനമെടുക്കാൻ യോഗം വിളിച്ചത് ടൂറിസം വകുപ്പ്. ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല എന്ന് എക്സൈസ് മന്ത്രി. ബാർ ഉടമകളുടെ ഓൺലൈൻ യോഗത്തിൽ ടൂറിസം ഡയറക്ടർ അയച്ച മെയിലിൽ എക്സൈസ് പോളിസി പുതുക്കാനാണെന്ന് യോഗം കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ബാർ ഉടമകളുടെ പുറത്തുവന്ന ശബ്ദ സംഭാഷണത്തിൽ പറയുന്നതും സമാനമായ കാര്യങ്ങൾ. എല്ലാം കൈവിട്ടു പോയതായി ടൂറിസം വകുപ്പ് ഡയറക്ടറും ചീഫ് സെക്രട്ടറിയും ഉൾപ്പെടെ ന്യായീകരിച്ചിട്ടും KM മാണിക്കെതിരെ ആർജവത്തോടെ സമരം ചെയ്ത അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ ഇന്നത്തെ മുഖ്യമന്ത്രിയും വകുപ്പ് മന്ത്രിമാരും മൗനത്തിൽ. ഇതാണ് ഇന്നത്തെ ജനൻ ഡിബേറ്റ് പരിശോധിക്കുന്നത്. പ്രിൻറ്റു മഹാദേവൻ BJP പ്രതിയായി, ഒപ്പം അഡ്വക്കേറ്റ് സേനാപതി വേണു കോൺഗ്രസിൽ നിന്ന്, ബൽദേവ് സച്ചിദാനന്ദൻ LDF നിന്ന്. ആദ്യം ഞാൻ ഈ ചർച്ച ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നത് ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ തന്നെയാണ്. കാരണം അല്പസമയം മുൻപ് ചീഫ് സെക്രട്ടറി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് പുറത്തു വന്നിരിക്കുന്ന വാർത്തകളൊക്കെ വ്യാജമാണ്, അത്തരത്തിലൊരു മദ്യനയത്തെപ്പറ്റി ഒരു ചർച്ചയും നടന്നിട്ടില്ല. എന്നാൽ ഡ്രൈ ഡേ പുനഃപരിശോധിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ തലത്തിൽ ചില ചർച്ചകൾ നടന്നു. അതിനെയാണ് തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്നത്. ടൂറിസം വകുപ്പ് ഡയറക്ടർ അയച്ച മെയിലിൽ കൃത്യമായി, അതായത് ബാർ ഉടമകൾക്കും അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കും അയച്ച ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ മെയിലിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ മദ്യനയം പുനഃപരിശോധിക്കുന്നു, അതുമായി ബന്ധപ്പെട്ടാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത് എന്ന്. എന്നാൽ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണത്തിനും വകുപ്പ് മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആരും തയ്യാറായിട്ടില്ല. ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ, 2-3 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, മദ്യനയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തീരുമാനം LDF-ൽ ഉണ്ടായിട്ടുണ്ടോ, മന്ത്രിസഭാ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഇപ്പോൾ പറയുന്ന ഈ ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തു വരുന്ന കാര്യത്തിൽ ഔദ്യോഗിക നിലപാട് LDF-ൻ്റെ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിന്റെ 2016-ലും 2021-ലുള്ള ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ മദ്യനയം പുനഃപരിശോധിക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. 2021-ൽ അത് പറഞ്ഞിട്ടുണ്ട്. ഈ ഡ്രൈഡേയുടെ കാര്യം പറഞ്ഞു. ഡ്രൈഡേ നടപ്പിലാക്കുന്നത് 2003-ൽ ശ്രീമാൻ AK ആന്റണി കേരളത്തിലെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് എല്ലാ ഇംഗ്ലീഷ് മാസം 1-ാം തീയതി ഡ്രൈഡേ ആയിട്ട് പഠിച്ചു. 12 ദിവസമാണ് അങ്ങനെ നഷ്ടപ്പെടുന്നത്. ഈ ഡ്രൈ ഡേ പുനഃപരിശോധിക്കണമെന്ന് അന്ന് UDF-നകത്തും ആവശ്യം വന്നിരുന്നു. കാരണം ഇതൊരു അശാസ്ത്രീയ പരിഷ്കരണമാണ്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് ആർക്കും യാതൊരു ലാഭവുമില്ലെന്ന് മാത്രമല്ല, പലർക്കും ഗവൺമെന്റിനും മദ്യപാനികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത്. സ്വകാര്യ വ്യക്തികൾ അതിനകത്ത് പണം കൊയ്യും. അതുകൊണ്ട് തന്നെ ഇതില്ലാതാക്കണമെന്ന് അത് എക്സൈസുകാർ പഠിച്ച് കമ്മീഷൻ കൊടുക്കുകയുണ്ട്. അതുപോലെ തന്നെ 2005-ൽ തന്നെ ഒരു നിയമം വന്നിരുന്നു. 3 സ്റ്റാർ മുതൽ മുകളിലോട്ടുള്ള ബാറുകൾ, 3 സ്റ്റാർ, 4 സ്റ്റാർ, 5 സ്റ്റാർ, ഹെറിറ്റേജ് ഹോട്ടലുകൾ, ഇവർക്കാണ് പുതിയതായിട്ട് സ്റ്റാർ ലൈസൻസ് നൽകേണ്ടത്, മദ്യനയം ലൈസൻസ് കൊടുക്കേണ്ടത് തീരുമാനിച്ചു. അന്ന് ശരിയാണ്, 2005-ൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ്, അന്ന് 2015-ൽ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അന്ന് 700 ചില്ലാനം ബാറുകൾ ഉണ്ടായിരുന്നു. ആ ബാർ ലൈസൻസുകൾ ക്യാൻസൽ ചെയ്തു. അതിന്റെ സാഹചര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അന്ന് പക്ഷേ എക്സൈസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇതിൽ ഏതാണ്ട് 350ഓളം ബാറുകൾ വെറും പെട്ടിക്കടകൾ പോലെ നടക്കുകയാണ്, യാതൊരു സൗകര്യങ്ങളും ഇല്ല, സ്റ്റാർ ഫെസിലിറ്റി ഇല്ലെന്ന് മാത്രമല്ല വെറും പെട്ടിക്കടകൾ പോലെയാണ്, അതെല്ലാം ക്യാൻസൽ ചെയ്യണമെന്ന് എക്സൈസ് കമ്മീഷണർ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ചില സാഹചര്യങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ പിന്നീട് വേണമെങ്കിൽ വരാം. അപ്പോൾ അന്ന് ഇതെല്ലാം ക്യാൻസൽ ചെയ്യുകയും 3 സ്റ്റാർ മുതൽ മുകളിലേക്കുള്ളവർക്കൊക്കെ ബാർ ലൈസൻസ് കൊടുക്കാൻ തീരുമാനം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അന്ന് 3 സ്റ്റാർ ഉണ്ടായിരുന്നു വളരെ കുറച്ച് ഹോട്ടലുകൾക്കാണ്. 2016-ന് ശേഷം പല ഹോട്ടലുകളും 3 സ്റ്റാർ ആയിട്ട് പണി. എന്റെ താലൂക്കിൽ തന്നെ 3 ഹോട്ടലുകൾ വെറും പെട്ടിക്കടകളായിരുന്നു. അവരെല്ലാം വലിയ വലിയ ഹോട്ടലുകൾ പണിഞ്ഞു. 3 സ്റ്റാറിന് അതിൻ്റെതായിട്ടുള്ള ചില മാനദണ്ഡങ്ങൾ, ഇത്ര റൂം വേണം, AC, മറ്റു കാര്യങ്ങളൊക്കെ, അതെല്ലാം പണിഞ്ഞ് അവരെല്ലാം ലൈസൻസ് കിട്ടി. അങ്ങനെ ഇപ്പോൾ ശരിയാണ് 801 ബാറുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോഴും 3 സ്റ്റാറും 4 സ്റ്റാറും 5 സ്റ്റാറും ഒക്കെ വീണ്ടും അപേക്ഷ ഗവൺമെന്റ് 100 ചില്ലാനം അപേക്ഷയുണ്ട്. ഇവിടെ ഇപ്പോൾ സംഭവിച്ച ടൂറിസം ഡയറക്ടറുടെ കാര്യത്തിൽ സംഭവിച്ചത്, ഗവൺമെന്റ് എക്സൈസ് പോളിസി പരിഷ്കരിക്കുന്നതിന് ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ച് ആദ്യമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല. പ്രധാന ഘടകകക്ഷി CPM ആണ്. CPM-ഉം ചർച്ച ചെയ്യും, ഘടകകക്ഷികളും ചർച്ച ചെയ്യും. UDF-ലും അങ്ങനെ ഉണ്ടായിരുന്നു. ഘടകകക്ഷികളൊക്കെ ചർച്ച ചെയ്ത അഭിപ്രായങ്ങൾ ആരാറുണ്ട്, എല്ലാ കക്ഷി ചെറുതായാലും വലുതായാലും. അപ്പൊ CPM ചർച്ച ചെയ്യും, ഘടകകക്ഷികൾ അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇടതുപക്ഷ മുന്നണിയിൽ പറയും. അതിനുശേഷം അത് ക്യാബിനറ്റ് ചർച്ച ചെയ്യും. ക്യാബിനറ്റും ഇന്ന് വരെ ഇത് ചർച്ച ചെയ്തിട്ടില്ല. അപ്പൊ ഇത് രണ്ടുമാണ് പ്രാഥമികമായി നടക്കേണ്ട കാര്യങ്ങൾ. ആ പ്രാഥമിക കാര്യങ്ങൾ രണ്ടും ഇടതു മുന്നണിയിലോ ഗവൺമെന്റിലോ നടന്നിട്ടില്ല. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം ശരിയാണ്, ടൂറിസം ഡയറക്ടർ ഇങ്ങനെ ഒരു കമ്മിറ്റി വിളിക്കുകയും ആ കമ്മിറ്റിയിൽ ഡ്രൈ ഡേ ഒഴിവാക്കുന്ന കാര്യവും അതുപോലെ മറ്റു ചില കാര്യങ്ങൾ ഒരാരോഗ്യമുണ്ടായി. ഒരു പോളിസി
ഗവൺമെന്റ് വ്യവസായ നയമായാലും തൊഴിൽ നയമായാലും എക്സൈസ് പോളിസി ആയാലും ഏത് നയവും നടപ്പിലാക്കുമ്പോൾ അതിന് മുന്നോടിയായിട്ട് മാസങ്ങൾക്ക് മുമ്പ് തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് നിർദ്ദേശങ്ങൾ പോകും. നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയാനുണ്ടോ? അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ പറയാം. ഇവിടെ ക്യാബിനറ്റിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം പോയിട്ടില്ല എങ്കിൽ പോലും ഏറ്റവും കൂടുതൽ സമ്മർദ്ദം വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ടൂറിസം മേഖലയിലാണ്. അത് ഇത് നിരോധിച്ച കാലം മുതൽ തന്നെ കേരളത്തിന് കോടാനുകോടി രൂപയുടെ നഷ്ടം ടൂറിസം മേഖലയിലുണ്ടായി. ഈ ബാറൊക്കെ നിരോധിച്ചപ്പോൾ നേരത്തെ ഒരു ചർച്ചയിൽ തന്നെ പറഞ്ഞാണ്, അന്ന് ടൂറിസ്റ്റ് ഓപ്പറേറ്ററുകൾ തന്നെ പറഞ്ഞു 100 കണക്കിന് ബുക്കിങ്ങുകൾ അത് ക്യാൻസലായി. ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് IT പാർക്കിന്റെ കാര്യം നിങ്ങൾ പറയും. IT പാർക്കുകളിൽ കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇതില്ലാത്തത്. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്നതും BJP ഭരിച്ച കർണാടകത്തിലെ IT പാർക്കുകളിലെല്ലാം പ്രത്യേക ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിൽ വളരെ കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ശ്രീ ബലദേവ്, അതിലൊന്നും തർക്കമില്ല. നിങ്ങൾ ബാർ ലൈസൻസ് കൊടുക്കുകയോ ബാറുകളുടെ എണ്ണം കൂട്ടുകയോ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ എന്താണ് പറഞ്ഞത്? ഞങ്ങൾ തുറക്കാൻ പോകുന്നത് ബാറുകളല്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഓക്കെ, അതിൽ നയപരമായ വ്യത്യാസമൊക്കെ വന്നു. നിങ്ങൾ ബാറുകളുടെ എണ്ണം താങ്കൾ തന്നെ പറഞ്ഞു 801 180 അപേക്ഷകൾ ഇനി പരിഗണിക്കാൻ കിടക്കുന്നു. നേരത്തെ പറഞ്ഞു വെച്ചതാണ്. ടൂറിസം വകുപ്പ് ഡയറക്ടർ വിളിച്ച യോഗത്തിലെ മെയിലിൽ കൃത്യമായി അടിവത്ത അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, ഇത് മദ്യനയം പുനഃപരിശോധിക്കുന്നതാണ്, മദ്യനയം പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതിനുശേഷമാണ് ബാർ മുതലാളിമാരുടെ ഒരു യോഗം കൊച്ചിയിൽ ചേരുന്നത്. അതായത് ടൂറിസം വകുപ്പ് ഡയറക്ടർ ഓൺലൈനായി വിളിച്ച യോഗത്തിന് ശേഷമാണ് ബാർ മുതലാളിമാരുടെ യോഗം കൊച്ചിയിൽ ചേരുന്നത്. അതിനുശേഷമാണ് നേരത്തെ വന്ന അനുമോൻ, ഇടുക്കി ജില്ലാ ബാർ അസോസിയേഷൻ്റെ ഓണേഴ്സ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രതിനിധിയായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ അനുമോന്റെ ശബ്ദ സംഭാഷണം പുറത്തു വരുന്നത്. അവിടെയാണ് ഇതിന്റെ ദുരൂഹത ആദ്യം തുടങ്ങുന്നത്. രണ്ട്, എക്സൈസ് വകുപ്പാണോ ടൂറിസം വകുപ്പാണോ മദ്യനയം സംബന്ധിച്ച കാര്യത്തിൽ ഒരു യോഗം വിളിക്കേണ്ടത്? മദ്യനയം സംബന്ധിച്ച കാര്യത്തിൽ യോഗം വിളിക്കേണ്ടത് എക്സൈസ് ടൂറിസം ഒന്നുമല്ല. ആദ്യം ഗവൺമെന്റ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വകുപ്പാണ് ടൂറിസം. ഞാൻ നേരത്തെ പറഞ്ഞ ഏതൊരു നയം ഗവൺമെന്റ് ഉണ്ടാക്കുമ്പോഴും അനുബന്ധ വകുപ്പുകളിൽ നിന്നൊക്കെ അഭിപ്രായം ആരായി. അല്ല, ഒരു വകുപ്പ് മാത്രമായിട്ടല്ല ചെയ്യുന്നത്, അതിനകത്ത് അനുബന്ധ വകുപ്പുകൾ ഉണ്ടാവും. ആ വകുപ്പ് തൊഴിൽ നയമാണെങ്കിൽ തൊഴിൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാത്രമല്ല വ്യവസായ വകുപ്പിൽ നിന്ന് സ്വീകരിക്കും. കാര്യം അത് തൊഴിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ അവരിൽ നിന്നല്ല ഇതുമായിട്ടുള്ള അഭിപ്രായങ്ങൾ സ്വീകരിച്ച് അത് ക്രോഡീകരിച്ചാണ് ഒടുവിൽ ക്യാബിനറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ്. LDF പോലും നടക്കാത്തൊരു ചർച്ച എങ്ങനെ ഉദ്യോഗസ്ഥർ നടത്തിയെന്ന് പറയും? അങ്ങനെ ഒരു അജണ്ട സർക്കാരിനില്ല എങ്കിൽ, അല്ലെങ്കിൽ മുന്നണിക്കില്ലെങ്കിൽ, പാർട്ടിക്കില്ലെങ്കിൽ എങ്ങനെയാണ് ഉദ്യോഗസ്ഥർക്ക് ആ വിഷയത്തിലേക്ക് ചർച്ചയിലേക്ക് കടക്കാൻ വരിക? അങ്ങനെ ചർച്ച നടന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പണപ്പിരിവെന്ന് ആരോപിച്ചാൽ അതിനെ എങ്ങനെ തെറ്റെന്ന് പറയാൻ സാധിക്കും ശ്രീ ബലദേവ്? സർക്കാരിന് അജണ്ട ഇല്ലെന്ന് ആര് പറഞ്ഞു? ഞങ്ങളുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ തന്നെ മദ്യനയം എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും പറയുന്നത് അങ്ങനെ അറിഞ്ഞിട്ടേ ഇല്ലെന്നാണല്ലോ. അല്ല, അത് ഈ ITDC നടത്തിയ ചർച്ച അറിഞ്ഞില്ലെന്നാണ് അവർ പറഞ്ഞത്. ടൂറിസം വകുപ്പ് സെക്രട്ടറി അയച്ച മെയിൽ പ്രകാരം നടക്കുന്ന യോഗം ടൂറിസം വകുപ്പ് മന്ത്രി അറിഞ്ഞിട്ടില്ല എങ്കിൽ, എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട ആലോചന നടക്കുന്ന എക്സൈസ് മന്ത്രി അറിഞ്ഞിട്ടില്ലെന്ന് എങ്ങനെയാണ് ശ്രീ ബലദേവ് വിശ്വസിക്കാൻ കഴിയും? ശരി, താങ്കളിലേക്ക് എത്താം. അതിന് എക്സൈസ് മന്ത്രി ഒരിക്കലും അത് അറിയണമെന്നില്ല. കാര്യം ടൂറിസം വകുപ്പിൽ നടക്കുന്ന എക്സൈസ് മന്ത്രിയായിട്ട് ആലോചിക്കണ്ട. പിന്നെ ടൂറിസം മന്ത്രി അറിഞ്ഞില്ല എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല എന്നാണ്. അപ്പം അതിന് ഗവൺമെന്റിന്റെ നിർദ്ദേശം വേണ്ട. ഒരു ഗവൺമെന്റ് പോളിസികൾ തയ്യാറാക്കുമ്പോൾ അതിന് അനുബന്ധ വകുപ്പുകൾക്ക് അവർ നേരത്തെ അഭിപ്രായങ്ങൾ കൊടുക്കാം. അഭിപ്രായം നടപ്പിലാക്കണോ വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ക്യാബിനറ്റും ഗവൺമെന്റുമാണ്. ഇവിടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഒരു കമ്മിറ്റി വിളിച്ചു എന്നുള്ള രേഖകൾ പുറത്തു വന്നു. ആ കമ്മിറ്റിയിൽ ഡ്രൈ ഡേ ഒഴിവാക്കുന്നതും അതുപോലെ തന്നെ IT മേഖലകളിൽ ടൂറിസ്റ്റ് സെന്ററുകൾ ഇത് കൊടുക്കുന്നതിനെ കുറിച്ച് അവർ ചർച്ച ചെയ്തു. അവർ ചർച്ച ചെയ്യുക മാത്രമാണ് ചെയ്തത്. അവർക്ക് അതിനുള്ള അധികാരമുണ്ട്. അത് മന്ത്രി അറിഞ്ഞോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയില്ല. മന്ത്രി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അതിനെ കുറിച്ച് അറിഞ്ഞിട്ടില്ല എന്നാണ്. പിന്നെ ഒരു ശബ്ദ സന്ദേശം. ഈ ശബ്ദ സന്ദേശം പണ്ട് നേരത്തെയും വന്നതാണ്. 2014 ഇദ്ദേഹത്തിന്റെ തന്നെ ആയിരുന്നു ശബ്ദ സന്ദേശം. ഈ ശബ്ദ സന്ദേശത്തിൽ എന്താ പറയുന്നത്? അതിനകത്ത് നമുക്ക് ഗവൺമെന്റിന് അബ്കാരി നയം മാറ്റുന്നതിന് വേണ്ടി പണം കൊടുക്കണമെന്നൊന്നും ഒരു വാചകമൊന്നും അതിനകത്തില്ല. 2.5 ലക്ഷം രൂപ വെച്ച് പിരിക്കണം, കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം, നമുക്ക് വേണ്ടത് ലഭിക്കും. ഇതൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. താങ്കളത് പൂർണ്ണമായിട്ട് കേട്ടില്ലെന്നാണ് തോന്നുന്നത്. അതിൽ കൃത്യമായി പറയുന്നുണ്ട് ഡ്രൈ ഡേയുടെ കാര്യത്തിൽ, സമയപരിധിയുടെ കാര്യത്തിലൊക്കെ തീരുമാനമുണ്ടാകും എന്ന ശബ്ദ സംഭാഷണത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇതിനകത്ത് 3 മാസങ്ങൾക്ക് മുമ്പ് ഇതേ അബ്കാരിമാരുടെ ഒരു യോഗം നടത്തുകയാണ്. നിങ്ങൾക്ക് എന്തായാലും ഞങ്ങളെക്കാൾ നല്ലതുപോലെ മാധ്യമങ്ങൾ കിട്ടും. അവിടെ ഒരു വലിയ തർക്കം ഉണ്ടായി. ആ തർക്കം എന്തായിരുന്നു? അതൊരു കയ്യാങ്കളി വരെ എത്തിയെന്നാണ് പറയുന്നത്. കാര്യം എന്തായിരുന്നു? ഇവര് ഇതുപോലെ ഗവൺമെന്റിനും രാഷ്ട്രീയ പാർട്ടികൾക്കല്ല, ഗവൺമെന്റ് അല്ല, UDFനും LDFനും മറ്റു പാർട്ടികൾക്കും എല്ലാം സംഭാവന കൊടുക്കണമെന്നും പറഞ്ഞ് കേരളത്തിലുള്ള ഇപ്പോൾ പ്രവർത്തിക്കുന്ന 801 ബാറുകളുടെ ഇന്ന് പണം പിരിച്ചുവെന്നും ഈ പിരിച്ച പണം കൊടുത്തില്ല എന്നും ബന്ധപ്പെട്ടവരാരൊക്കെ ഈ പണം അടിച്ചു മാറ്റിയെന്നും പറഞ്ഞുകൊണ്ട് അവിടെ തർക്കം ഉണ്ടായി. അപ്പോൾ ഒരുപക്ഷെ ഇതിനകത്ത് അങ്ങനെ ഈ ഗവൺമെന്റിന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ബിജു രമേശ് പറഞ്ഞ അതേ ആരോപണത്തിന്റെ രീതിയിൽ KM മാണിക്ക് കൊടുക്കാൻ 1 കോടി രൂപ വെച്ചാണെന്ന് 712 ബാറിൽ നിന്ന് 712 കോടി രൂപ കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അതുപോലെ ഇവിടെ 2.5 ലക്ഷം രൂപ വെച്ചാണ്.
അപ്പോൾ ഈ 2.5 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ ആവശ്യപ്പെടാതെ ഇവർക്ക് തന്നെ ഈ നടന്ന സംഘർഷം 2-3 മാസത്തിന് മുമ്പ് ഇവരുടെ സംസ്ഥാന കമ്മിറ്റിയിൽ ഇവർ തമ്മിൽ ചീത്തവിളി ഇറങ്ങിപ്പോക്കും ഒക്കെ നടന്നു. അപ്പോൾ അതിനകത്ത് എന്താ ആധികാരികത? ഗവൺമെന്റ് വല്ല അല്ലെങ്കിൽ മന്ത്രിമാര് പറഞ്ഞിട്ടാണ് ഈ പൈസ പിരിക്കുന്നത്. മന്ത്രിമാരൊന്നും എന്തായാലും നിങ്ങൾ 2 ലക്ഷം കൊണ്ടോ 3 ലക്ഷം കൊണ്ടോ എന്നൊന്നും മന്ത്രിമാരൊന്നും വിളിച്ചൊന്നും അബ്കാരി മിനിസ്റ്ററും മറ്റു മന്ത്രി വന്ന് വിളിച്ചവരോട് പറയത്തൊന്നുമില്ല. അങ്ങനെ അതിന് പറയേണ്ട കാര്യവുമില്ല. അത് ഈ പറഞ്ഞ 801 ഭാരത് വിളിച്ചാൽ 20 കോടി രൂപ. അത് വെറും തെറ്റായ ഒരു കാര്യമാണ്. ആ ശബ്ദ സന്ദേശവും ഇടതുപക്ഷ മുന്നണിയും ഗവൺമെന്റ് തീരുമാനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഗവൺമെന്റിന്റെ ഒരു അബ്കാരി നയമുണ്ട്. അബ്കാരി നയം ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. അബ്കാരി നയമുണ്ട്. ആ അബ്കാരി നയത്തിൽ ഇനിയിപ്പോ നടപ്പിലാക്കാൻ പോകുന്നത് ഡ്രൈ ഡേ പിൻവലിക്കുക, ഒപ്പം ബാറിന്റെ സമയപരിധി കൂട്ടുക എന്നതൊക്കെയാണ് ചർച്ച. അതുകൂടെ ഔദ്യോഗിക വന്നാൽ ആ ആരോപണങ്ങളൊക്കെ പിന്നെ എന്ത് പറഞ്ഞ് ന്യായീകരിക്കും ശ്രീ ബലദേവ്? താങ്കളേക്ക് മടക്കിയത് ശ്രീ പ്രിന്റു മഹാദേവ്. സർക്കാർ ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. LDF ചർച്ച ചെയ്തിട്ടില്ല, മന്ത്രിസഭയിൽ ചർച്ച ചെയ്തിട്ടില്ല, ഉദ്യോഗസ്ഥർ അവരുടെ ഇഷ്ടപ്രകാരം വിളിച്ചൊരു യോഗം എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ടൂറിസം വകുപ്പ് സെക്രട്ടറി അയച്ച മെയിലിന്റെ പകർപ്പൊക്കെ പുറത്തു വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനൊരു സംഭവമേ ഇല്ലാതെ പറയാൻ പോകുള്ളൂ. എന്തായാലും അത് പുറത്തു വന്നതോടുകൂടി ടൂറിസം വകുപ്പിൽ ഉദ്യോഗസ്ഥർ വിളിച്ച യോഗമാണെന്ന് പറഞ്ഞ് തലയൂരാൻ സാധിക്കും. ഇന്നിപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ മുന്നോട്ട് വെച്ച ചില ഗുരുതര ആരോപണങ്ങളുണ്ട്. ഇത് കേവലം കോഴ ആരോപണം മാത്രമായി, കൈക്കൂലി ആരോപണമായി മാത്രം ഇതിനെ കാണരുത്. സംസ്ഥാനത്തെ മുഴുവൻ ബിവറേജസ് ഔട്ട്ലെറ്റുകളും സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ തുടക്കമാണ് ഇത്. ഇതിന്റെ പിന്നിൽ വമ്പൻ ചില തട്ടിപ്പുകൾക്ക് കളം ഒരുങ്ങുന്നുണ്ട്. മുഖ്യമന്ത്രി മിണ്ടുന്നില്ല. ശ്രീ പിന്റു, ഇത് ബൽദേവ് സാറിന് അതിനെ ന്യായീകരിക്കാതെ പറയാൻ സാധിക്കില്ലല്ലോ. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ അബ്കാരി നയം അല്ലെങ്കിൽ മദ്യനയം ഏതെങ്കിലും ഒരു ചീഫ് സെക്രട്ടറിക്കോ അല്ലെങ്കിൽ ഒരു ടൂറിസം സെക്രട്ടറിക്കോ ചേർന്നുകൊണ്ട് ഇത് നിശ്ചയിക്കാവുന്ന രീതിയിലേക്ക് അത്രമാത്രം ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്യുമെന്നൊക്കെ ഈ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ഒരാളും വിശ്വസിക്കില്ല. നമുക്കറിയാം, കേരളത്തിൻ്റെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു നവോത്ഥാന സാഹചര്യത്തിലൊക്കെ മദ്യം കുടിക്കരുത്, വാങ്ങരുത്, ചെത്തരുത് എന്ന് പറയുന്ന രീതിയിൽ നിന്ന് ഇന്ന് കേവലം നമ്മളൊരു കണക്ക്, ഒരു സ്റ്റാറ്റിസ്റ്റിക്സ്, ഒരു മദ്യത്തിൻ്റെ ഒരു ചർച്ചയ്ക്കപ്പുറത്ത് അത് മദ്യ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുന്ന സമയത്ത് 8 വർഷം കൊണ്ട് 75,000 കോടി രൂപയുടെ മദ്യം വിറ്റ് അതിൽ നിന്ന് 19,000 കോടി രൂപ ലാഭമുണ്ടാക്കിയ ഒരു സർക്കാരാണ്. ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള നയപരമായ കാര്യങ്ങളിൽ അവർ ഒന്നും ഇടപെടാതെ ഒരു ചീഫ് സെക്രട്ടറിയുടെ മാർച്ച് മാസത്തിലെ യോഗത്തിലും ഒരു ടൂറിസം സെക്രട്ടറിക്കും ചേർത്ത് നിൽക്കുന്ന ഒരു തീരുമാനമാണെന്നൊക്കെ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരല്ല ഈ കേരളത്തിലെ ജനങ്ങൾ. നമുക്കറിയാം കൃത്യമായിട്ട് ഇതിനകത്ത് നിന്ന് കെ സുരേന്ദ്രൻ, BJPയുടെ ആദരണീയ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ മധ്യമേഖലയെ സ്വകാര്യവൽക്കരിച്ചുകൊണ്ട് അതിൻ്റെ മറവിൽ നടക്കാൻ പോകുന്ന ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയുടെ ആദ്യ ഘട്ടം എന്ന രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള 20 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുള്ളത്. കേരളത്തിൽ നമ്മൾ മനസ്സിലായി ഏകദേശം 900ഓളം ബാറുകളിൽ അതിനകത്ത് 802 ബാറുകളാണ് ഒരു സാധാരണ രീതിയിലുള്ള 3 സ്റ്റാർ അല്ലെങ്കിൽ 4 സ്റ്റാർ താഴോട്ടുള്ളത്. ബാക്കിയെല്ലാം കോർപ്പറേറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്നതായതുകൊണ്ട് തന്നെ കാര്യമായിട്ട് സർക്കാരിന് അവരെ സ്വാധീനിക്കാൻ സാധിക്കാറില്ല. എന്നാൽ 802 ബാറുകളെ കൃത്യമായിട്ട് സ്വാധീനിച്ചുകൊണ്ട് 2.5 ലക്ഷം രൂപ കൃത്യമായിട്ട് മേടിച്ചു അല്ലെങ്കിൽ കൊടുക്കണം എന്ന് പറയുന്നത് ഒരു പോളിസി രൂപീകരണത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ്. അല്ലാന്ന് ആർക്കാൻ പറയാൻ സാധിക്കുക? പ്രത്യേകിച്ച് ഈ ഇലക്ഷന്റെ ഒരു സമയവും മാർച്ച് മാസത്തിലെ ചീഫ് സെക്രട്ടറിയുടെ നയപരമായ തീരുമാനവും നേരത്തെ ബൽദേവ് സാർ പറഞ്ഞതുപോലെ ഫെബ്രുവരി മാസത്തിലെ അവരുടെ യോഗവും ഇതൊക്കെ കൂട്ടി വായിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിനും ടൂറിസം വകുപ്പിനും എക്സൈസ് മന്ത്രിക്കും കൃത്യമായിട്ട് ഈ അഴിമതി ആരോപണത്തിൽ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് ഒരു സർക്കാരിൻ്റെ പോളിസിയാണ്. നമുക്കറിയാം കേരളത്തിൽ 2014 317 ബാറുകളായിരുന്നു, ഇന്ന് 1000-നടുത്ത് ബാറുകളിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സാമൂഹിക സാഹചര്യത്തിൽ നേരത്തെ ബൽദേവ് സാർ പറഞ്ഞതുപോലെ ഈ ആഗോളതലത്തിലുള്ള ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇളവ് കൊടുക്കുമെന്ന് പറയുന്നത്. അങ്ങനെ ആഗോളതലത്തിലുള്ള ടൂറിസ്റ്റുകൾ കേരളത്തിൽ ഈ മദ്യപിച്ച് കൂത്താടാനാണ് വരുന്നത്. നമ്മളത് മനസ്സിലാക്കണം. ഇത് എല്ലാ കാലഘട്ടത്തിലും ഇവർ പറഞ്ഞൊരു ന്യായീകരണമാണ്. കേരളത്തിലേക്ക് വരുന്ന ടൂറിസ്റ്റുകൾ ഇപ്പോൾ അയർലൻഡിലോ ജർമ്മനിയിലോ അല്ലെങ്കിൽ ഫ്രാൻസിൽ നിന്നോ ലണ്ടനിൽ നിന്നൊക്കെ ഇങ്ങോട്ട് വരുന്ന ആളുകൾ ഇവിടെ മദ്യപിച്ച് അതിൻ്റെ മതോന്മത്തരായി നടക്കുന്നതിന് വേണ്ടിയിട്ടാണോ? അപ്പോൾ ഒരു ഡ്രൈ ഡേ മാറ്റിക്കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഇത് കൃത്യമായിട്ടുള്ള ഈ ഡൽഹിയിലോ അല്ലെങ്കിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിലൊക്കെ നടന്നിട്ടുള്ള വലിയ ഒരു കൊള്ള തന്നെയാണ് ഈ മദ്യനയത്തിൽ നടന്നിട്ടുള്ളത്. നമ്മുടെ 2014 സത്യത്തിൽ ഇതൊക്കെ കണ്ടിട്ട് ഇപ്പോൾ സ്വർഗസ്ഥനായിട്ടുള്ള മാണി സാറ് ചിരിക്കുന്നുണ്ടാവും. അന്ന് അദ്ദേഹത്തിന്റെ പ്രശ്നം 1 കോടി രൂപയാണ്. ആ 1 കോടിയിൽ തന്നെ അന്നും ഈ വിവാദ കഥാപാത്രങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഇപ്പൊ ചൈനീസ് സുനിൽ എന്ന് പറയുന്ന ആള് CPM-ന്റെ ഇവരുടെ ഹോട്ടൽ അസോസിയേഷൻ ബാർ ആൻഡ് ഹോട്ടൽ അസോസിയേഷന്റെ പ്രസിഡന്റ്. ഈ ചൈനീസ് സുനിൽ എന്ന് പറയുന്നത് പഴയ SFI-കാരനാണ്. CPM-നോട് വളരെ അടുത്ത് ബന്ധമുള്ളവരാണ്. നമുക്കറിയാം നമ്മുടെ MLA-മാരുടെ ക്യാൻറ്റീനകത്ത് പോലും ഈ ഹോട്ടൽ തുടങ്ങാൻ മാത്രം കപ്പാസിറ്റി ഉള്ള ഒരാളാണ് ഈ പറയുന്ന ഈ ചൈനീസ് സുനിൽ. പിന്നെ ഈ അനിമോൻ എന്ന് പറയുന്ന വ്യക്തിയും CPM-ന്റെ കാര്യങ്ങൾക്കനുസരിച്ച് കൃത്യമായിട്ട് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട പോളിസിയുമായി ബന്ധപ്പെട്ട് സർക്കാരും ഈ മദ്യവ്യാപാരികളും തമ്മിലുള്ള
ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ഇടനിലക്കാരനാണ്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും സർക്കാരിനെ സ്വാധീനിക്കാൻ മദ്യവ്യാപാരികൾ ശ്രമിക്കാറുണ്ട്. അതിന് പ്രത്യേകിച്ച് കേരളത്തിന്റെ പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട അബ്കാരി ചട്ടങ്ങളെ മുഴുവൻ ഒരു സുപ്രഭാതത്തിൽ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവിടെ ഒരു നയം രൂപീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഫലം കിട്ടാതെ ഒരു ആനുകൂല്യവും പിണറായി സർക്കാർ ചെയ്തു കൊടുക്കില്ല. പക്ഷെ ഇതിനെ പങ്ക് കിട്ടിയിട്ടുള്ളത് ആർക്കാണ് എന്നുള്ളത് വ്യക്തം. അത് പിണറായി കുടുംബത്തിനാണോ, ഇപ്പോൾ മരുമോൻ പിണറായി കുടുംബത്തിനാണോ, അതോ എം പി രാജേഷിനാണോ, അതോ പാർട്ടി അറിഞ്ഞുകൊണ്ടോ എന്നുള്ളൊരു തർക്കമാണ് സത്യത്തിൽ. ഇപ്പോൾ എം പി രാജേഷ് വളരെ തന്ത്രപൂർവ്വം അതിൽ നിന്ന് പിൻവാങ്ങിയതിൻ്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത് ടൂറിസം വകുപ്പിനാണ് കൃത്യമായിട്ട് ഇതിന് വലിയൊരു സ്ഥാപിത താല്പര്യമുള്ളത്. മദ്യത്തിൻ്റെ അബ്കാരി നയങ്ങളെ, ചട്ടങ്ങളെ ഭേദഗതി ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെന്റും മുഹമ്മദ് റിയാസുമാണ് എന്ന് മനസ്സിലാക്കണം. പ്രത്യേകിച്ച് അതിൽ നിന്ന് ഊരിപ്പോരാൻ നമ്മുടെ എക്സൈസ് മന്ത്രിക്കും കഴിയില്ല. ഇപ്പോൾ നേരത്തെ ബൽദേവ് സാർ പറഞ്ഞതുപോലെ പോളിസി നിശ്ചയിക്കേണ്ടത് എക്സൈസ് മന്ത്രിയാണ്, അല്ലെങ്കിൽ സർക്കാരാണ്. അതിനകത്തേക്ക് ടൂറിസത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നയപരമായ ഒരു പോളിസിയെ ഇങ്ങനെ രീതി കൊണ്ട് കേരളത്തെ വീണ്ടും മദ്യപ്പോൾ ഒഴുക്കാനുള്ള വലിയൊരു തീരുമാനമാണ് കേരളത്തിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, സത്യത്തിൽ അന്ന് ഈ മാണി സാറിന്റെ പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അന്ന് കമാൽ പാഷ അന്ന് ജഡ്ജി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ സീസറിന്റെ ഭാര്യ സംശുദ്ധയായിരിക്കണം എന്നുള്ളൊരു പ്രയോഗം നടത്തി. ആ പ്രയോഗത്തിനൊപ്പം തന്നെ കേരളത്തിന്റെ എല്ലാ മേഖലകളും ഇപ്പോൾ നോക്കിയാൽ മതി. നമ്മുടെ സർക്കാരിന്റെ ഒരു അഴിമതിയുടെ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ സമസ്ത മേഖലയും അഴിമതിയെ സ്ഥാപനവൽക്കരിച്ചുകൊണ്ട് കൃത്യമായി ഇടനിലക്കാരിൽ നിന്ന് പണം മേടിച്ചുകൊണ്ട് ഇവിടെ പോകുന്ന ഒരു പോളിസിയാണ്. അപ്പോൾ ഒരു അരവിന്ദ് കെജ്രിവാളൊക്കെ ചെയ്തതുപോലെ തന്നെ കേരളത്തിൽ മാണി സാർ ചെയ്തതുപോലെ തന്നെ വലിയൊരു തീവെട്ടിക്കൊള്ളയാണ് ഈ മദ്യനയത്തിലൂടെ സർക്കാർ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് കൈവരാൻ പിണറായി വിജയന്റെ മൗനം കൊണ്ടൊന്നും സാധിക്കില്ല. പിണറായി വിജയന് മൗനം പാലിക്കാം, നമ്മുടെ എം പി രാജേഷിന് അദ്ദേഹത്തിന് അത് ഒരു കേസ് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിന് പിൻവാങ്ങാം. പക്ഷേ ഇതിന്റെ നയപരമായ കാര്യങ്ങളിൽ നിന്ന്, ഈ പോളിസിൽ നിന്ന് സർക്കാരിന് പിൻവാങ്ങാൻ സാധിക്കില്ല. ഇത് കേരളത്തിൽ നടന്നത് ഏറ്റവും വലിയൊരു കൊള്ളയാണ്. അന്ന് നമ്മൾ പറഞ്ഞല്ലോ, മാണി സാറുടെയൊക്കെ എതിരെ ഇവർ നടത്തിയിട്ടുള്ള സമരങ്ങൾ നമുക്കറിയാലോ. അന്നും ഇതുപോലെ തന്നെ ഈ പറയുന്ന ടേപ്പ് റെക്കോർഡിനെ പോലെ വോയിസിന്റെ അടിസ്ഥാനത്തിൽ അന്നും ഈ പറയുന്ന കേരളത്തിൽ വലിയൊരു കലാപങ്ങൾ ഉണ്ടായത്. അന്നും നമ്മൾ മനസ്സിലാക്കണം, അന്നും രക്ഷപ്പെട്ടു. ഇപ്പോൾ 8 വർഷം ഇവർ ഭരിച്ചു. അതുമായി മദ്യനയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും കൃത്യമായിട്ട് പിന്നീട് പുറത്തു വന്നില്ലല്ലോ. അന്നും കൃത്യമായിട്ട് 1 കോടി രൂപ, അന്നത്തെ നമ്മൾ തർക്കം മനസ്സിലാക്കണം, ഈ 19 കോടി രൂപ അന്നത്തെ ഉമ്മൻചാണ്ടിക്കും കെ ബാബു അടക്കമുള്ള ആളുകൾ മേടിക്കുന്നു. മാണിക്ക് കിട്ടാനുള്ള വിഹിതം കിട്ടാത്ത സാഹചര്യത്തിലാണ് അന്ന് ബില്ലിനകത്ത് ഒപ്പിടാത്ത സാഹചര്യം ഉണ്ടാകുന്നത്. പിന്നീടാണ് 1 കോടി കിട്ടിയതിനു ശേഷം ഏപ്രിൽ മാസത്തിൽ, അന്ന് അറിയാം, ഏപ്രിൽ മാസവുമായി ബന്ധപ്പെട്ട് അന്ന് ഈ പറയുന്ന അവരുടെ കാര്യങ്ങൾ നടന്നില്ല, ഹോട്ടലുകൾ, ഈ ബാറുകൾ തുറക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് അന്ന് ബിജു രമേശും ഈ അനിമോൻ അടക്കമുള്ള ശബ്ദരേഖ പുറത്തേക്ക് വിടുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അബ്കാരികൾക്ക് 8 വർഷത്തിന് ശേഷം പഴയതുപോലെ പിണറായി വിജയൻ സർക്കാരിനോട് സ്നേഹമില്ല. അതിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഒരു ശരാശരി ഇപ്പോൾ നമ്മളൊരു ബാർ ഉടമകളുടെ ഒരു സാമൂഹിക സാഹചര്യം കൂടി പരിശോധിക്കണമല്ലോ. കേരളത്തിന്റെ സാമൂഹിക സാഹചര്യത്തിൽ 373 ബാറുകളിൽ നിന്ന് 1000 ബാറിലേക്ക് പോകുന്ന സമയത്ത് ഇന്ന് ബാറുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ബാർ ഉടമകൾക്ക് സാധിക്കുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ഈ രാഷ്ട്രീയക്കാർ പറയുന്ന പണം ബാർ ഉടമകൾ കൊടുക്കുമായിരുന്നു. ഇന്ന് 2.5 ലക്ഷം രൂപ കൊടുക്കാം എന്ന് പറഞ്ഞ സമയത്ത് എന്തുകൊണ്ടാണ് ഈ ബാർ ഉടമകൾ, പ്രത്യേകിച്ച് സർക്കാരിന്റെ പോളിസിയിൽ ഇടപെടുന്ന ആളുകൾ, അതിന് താല്പര്യം കാണിക്കാത്തത്? കാരണം ബാറുകൾ നമ്മൾ സത്യസന്ധമായി നോക്കി പരിശോധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം കേരളത്തിൽ നമുക്ക് അങ്ങനെ അവഗണിക്കാൻ പറ്റുന്ന ഒരു മേഖലയൊന്നുമല്ല. കേരളത്തിൽ ഏകദേശം 50,000-ഓളം ആളുകൾ ജോലി എടുക്കുന്ന ഒരു മേഖല കൂടി. നമ്മളിപ്പോൾ ഒരു മദ്യത്തിന്റെ ഉപഭോഗത്തിന്റെ കാര്യമോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചാൽ കേരളത്തിൽ ഒരു 50,000-ഓളം ആളുകൾ ജോലി എടുക്കുന്ന ഒരു മേഖല എന്ന രീതിയിൽ നമ്മളതിനെ കാണുന്ന സാഹചര്യത്തിൽ ഇന്ന് പഴയതുപോലെ ബാർ ഉടമകൾക്ക് ലാഭമില്ല. ശരാശരി ഒരു ബാർ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ 3 ലക്ഷം രൂപ വേണം. അതായത് 6 ലക്ഷം രൂപയുടെ കച്ചവടം ഒരു ദിവസം നടന്നാൽ മാത്രമാണ് ശരാശരി ഒരു ബാർ സ്വാഭാവികമായിട്ട് അവരുടെ ക്രയവിക്രയങ്ങളടക്കമുള്ള സാമ്പത്തികപരമായ കാര്യങ്ങൾ, തൊഴിലാളികൾക്ക് പണമടക്കമുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. ഈ ഇടതുപക്ഷ സർക്കാരിന്റെ തുടക്കത്തിൽ നല്ല രീതിയിൽ സർക്കാരിന് ഈ ബാർ ഉടമകൾ സഹായിച്ചിരുന്നു. എന്നാൽ പിന്നീട് സർക്കാരിന്റെ ഈ മദ്യനയ പോളിസിയിൽ വന്ന പ്രശ്നങ്ങൾ ബാർ ഉടമകൾക്കിടയിൽ എന്തുണ്ടാക്കുന്നു? അസ്വരസ്യം ഉണ്ടാക്കുന്നു, അതിന്റെ തർക്കമുണ്ടാക്കുന്നു. ആ തർക്കത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ ഇലക്ഷന് മുമ്പ് 20 കോടി കിട്ടണം. അതാണ് അതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം. യഥാർത്ഥ ഇഷ്യൂ എന്ന് പറയുന്നത് ഇലക്ഷന് മുൻപ് 20 കോടി രൂപ പിരിക്കണം. അത് നമുക്കറിയാം, കേരളത്തിലെ മുഴുവൻ മന്ത്രിമാർക്കും കൃത്യമായി അവരുടെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഫണ്ട് സ്വരൂപിക്കാൻ പാർട്ടി നിർദ്ദേശമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇലക്ഷന് മുമ്പ് ഫണ്ട് സ്വരൂപിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നത്. പക്ഷേ ബാർ ഉടമകൾ തയ്യാറാകുന്നില്ല. ആ സാഹചര്യത്തിൽ അവരെ ഭീഷണിപ്പെടുത്തുന്നു, എക്സൈസിന് ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഈ ബാർ ഉടമകൾക്ക് എല്ലാ സമയത്തും ഇപ്പൊ 8 വർഷമായിട്ട് ഇവരുടെ ടേൺ ഓവർ ഉണ്ട്. ഇപ്പൊ സാധാരണ ബീവറേജ് നമ്മൾ ഔട്ട്ലെറ്റുകളിൽ നിന്ന് മേടിക്കുന്ന മദ്യത്തിനെ നമ്മുടെ ബാറുകളിൽ കൊടുക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇവരുടെ ടേൺ ഓവർ പ്രോഫിറ്റ് ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ കൃത്യമായിട്ട് സർക്കാരുകൾ പരിശോധിക്കാറുണ്ട്. 8 വർഷമായിട്ട് ഈ കണക്കുകൾ പരിശോധിക്കുന്നില്ല.
സ്വാഭാവികമായിട്ട് കൃത്യമായിട്ടുള്ള ഒരു സാമ്പത്തികപരമായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള ബാർ ഉടമകൾ വലിയ പണം സർക്കാരിലേക്ക് വരാനുണ്ട്. അങ്ങനെ നിരന്തരമായിട്ട് ഈ ബാർ ഉടമകളും സർക്കാരും തമ്മിലുള്ള ബന്ധത്തിൽ വന്നിട്ടുള്ള ഈ പോളിസിയിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് സത്യത്തിൽ ഈ പ്രശ്നങ്ങളൊക്കെ പുറത്തേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പോളിസി മേക്കിങ്ങിനകത്ത് സ്വാഭാവികമായിട്ട് അഴിമതി നടത്തിക്കൊണ്ട് ഈ കേരളത്തിലെ മദ്യപ്പുഴ ഒഴുക്കിക്കൊണ്ട് കേരളത്തിന്റെ സാമൂഹിക പ്രത്യതയും അതുകൊണ്ട് സാമൂഹിക സുരക്ഷയും കൂടി ബാധിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പറയുമല്ലോ ഡ്രൈ ഡേ. ഇപ്പം നമുക്കറിയാം ഈ ഡ്രൈ ഡേ, ഞാൻ ഒന്ന് പൂർത്തീകരിക്കാം, ഇടപെടുന്നെങ്കിലും ഇടപെടാം. ഞാൻ ഡ്രൈ ഡേയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പം ഡ്രൈ ഡേ എന്ന് പറയുന്നത് നമുക്കറിയാം ഇടതായിക്കോട്ടെ വലതായിക്കോട്ടെ ഈ 1-ാം മാസത്തിലാണ് സാധാരണ ആളുകൾക്ക് ശമ്പളം കിട്ടുക. അപ്പോൾ ശമ്പളം കിട്ടുന്ന പശ്ചാത്തലത്തിൽ ആ പണം മുഴുവൻ ഒരു സാമ്പത്തികപരമായിട്ടുള്ള കേരളത്തിൻ്റെ സുരക്ഷിതത്വവും സാമൂഹിക സുരക്ഷിതത്വവും കണക്കാക്കി കിട്ടാൻ ഡ്രൈ ഡേ പോലെയുള്ള ഒരു സംവിധാനം കേരളത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഇടത് വലത് മുന്നണിയിൽ പതിറ്റാണ്ടുകളായിട്ട് നടന്നൊരു സംവിധാനമാണ്. കാരണം കേരളത്തിന് ഈ നമുക്കറിയാം നമ്മൾ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഡ്രൈ ഡേ ആവശ്യമാണ്. ആ ദിവസം വലിയ രീതിയിലുള്ള പണം വരുന്ന സമയത്ത് ആ പണം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ തീരാതിരിക്കാനാണ് ഈ ഡ്രൈ ഡേ ആചരിച്ചിട്ടുള്ളത്. ആ ഡ്രൈ ഡേയെ കാറ്റിൽ പറത്തിക്കൊണ്ട് കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തെ താറുമാറാക്കാനുള്ള ഒരു പോളിസിയുമായിട്ടാണ് ഒരു സർക്കാർ മുന്നോട്ട് വരുന്നത്. അത് കേരളത്തിൻ്റെ ഒരു സാമൂഹിക ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സാമ്പത്തികവും സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. അപ്പം അതുകൊണ്ട് ഈ മദ്യത്തിന്റെ അഴിമതിക്കപ്പുറത്തേക്ക് കേരളത്തേക്ക് വലിയൊരു സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂടിയാണ് ഈ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ള കാര്യം കൂടി. അഡ്വക്കേറ്റ് സേനാപതി വേണു, താങ്കളിലേക്ക് വരാൻ മുമ്പ് ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ട് വളരെ വേഗം താങ്കളിലേക്ക് മടങ്ങിയെത്താൻ താങ്കളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇടവേള.